വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു. അവർ കഫർനാമിൽ എത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. യേശുവിന്റെ ആധികാരികത ദൈവത്തോടുള്ള ചേർന്ന് നിൽപ്പിൽ നിന്ന്. യേശു പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരോടുമൊത്ത് വസിച്ചിരുന്നത് കഫർനാമിലെ ഒരു വീട്ടിലായിരുന്നുവെന്ന് സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാണ്. യേശു താമസിക്കാനിടവന്ന ആ വീടിനടുത്തായിരിക്കണം കഫർനാമിലെ സിനഗോഗ് സ്ഥിതി ചെയ്തിരുന്നത്. പരസ്യ ജീവിതത്തിന്റെ ആരംഭകാലത്ത് യേശു പതിവായി സിനഗോഗിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിന്റെ പരാമർശമനുസരിച്ച് ഒരിക്കൽ യേശു സിനഗോഗിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാമാന്യമായി വേദപുസ്തക വായനകൾ നടത്തി അതിനുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുക യേശുവിന്റെ പതിവായിരുന്നു. അന്നേ ദിവസം യേശു ജനങ്ങളോടായിട്ട് നടത്തിയ സംഭാഷണം ശ്രവിച്ച പലരും തന്നെ യേശുവിന്റെ പ്രഭാഷണത്തിലും വ്യാഖ്യാന രീതിയിലും സത്യത്തിൽ വിസ്മയിച്ചു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. കാരണം അവരുടെ മറ്റ് റബ്ബിമാരെ പോലെ ഉള്ള ഒരു വിവരണവും പ്രഭാഷണവുമല്ല യേശുവിൽ നിന്ന് അവർ കേൾക്കാനിട വന്നത്. അധികാരമുള്ളവനെ പോലെ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ആധികാരികമായിട്ടുള്ള വിവരണം ഉണ്ടാകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും യേശുവിനോട് ആദരവും മതിപ്പും അവരിൽ പലർക്കും ജനിപ്പിക്കാൻ അത് ഇടവരുത്തി എന്നാണ് സുവിശേഷ വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സിനഗോഗ് സമ്മേളനത്തിൽ രോഗികളായിട്ടുള്ള പലരും സംബന്ധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. രോഗികളുടെ ഇടയിൽ മാനസിക നില തെറ്റിയവരും വിഭ്രാന്തിയുള്ളവരും ദുഷ്ടാരൂപിയുടെ പ്രേരണയാൽ ജീവിതം നയിക്കാൻ ഇടവരുന്നവരും ഒക്കെ ചിലര് കണ്ടേക്കാം. അതിലൊരുത്തൻ യേശുവിന്റെ പ്രഭാഷണ സമയത്ത് എല്ലാവരുടെയും മുമ്പാകെ പൊതുസാക്ഷ്യമെന്ന രീതിയിൽ വിളിച്ചു പറയുകയാണ്, യേശു ദൈവത്തിന്റെ പുത്രനായ പരിശുദ്ധനായിട്ടുള്ള മനുഷ്യനാണ് എന്ന്. സാധാരണ മനുഷ്യരുടെ മുമ്പിൽ ഈ മനുഷ്യനെ സുബോധമില്ലാത്തവനാണ്. പക്ഷേ സത്യത്തിന്റെ മുമ്പിൽ സുബോധമില്ലാത്ത മനുഷ്യൻ സുബോധം സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ വ്യക്തികളുടെ മുമ്പിൽ സുബോധമുള്ള ചില സുവിശേഷങ്ങളിൽ അന്യത്ര നാം കാണുന്നു, അവർ സുബോധത്തിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് സാധാരണ മനുഷ്യരെ വിധി എഴുതുന്ന മനുഷ്യൻ സത്യത്തിൽ സുബോധത്തോടുകൂടി സംസാരിക്കുന്നത് യേശു ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയാണെന്ന്. എന്നാൽ ആ സമയം സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഇല്ലാതിരുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം യേശു നിർബന്ധപൂർവം ആതരം സാക്ഷ്യം മുടക്കുകയാണ് ചെയ്യുന്നത്. കർശനമായിട്ടുള്ള നിലപാട് യേശു എടുത്ത് അവരുടെ സാക്ഷ്യം തുടരാൻ യേശു അനുവദിച്ചില്ല. എങ്കിലും യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ശൈലിയും രീതിയും കണ്ട് ആ നാട്ടിലുള്ളവർക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും യേശുവിന് വലിയ മതിപ്പും ആദരവും ബഹുമാനവും ഉണ്ടാക്കാൻ തന്റെ സിനഗോഗിൽ വെച്ചുള്ള ദൈവവചന വ്യാഖ്യാനങ്ങളും അതേ തുടർന്നുള്ള പ്രഭാഷണങ്ങളും ഇടവരുത്തി എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.
അങ്ങനെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും പ്രതിബദ്ധതയോടും തുറന്ന മനസ്ഥിതിയോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ അന്നും ഇന്നും എന്നും മനുഷ്യ ഹൃദയങ്ങളെ വശീകരിക്കുക തന്നെ ചെയ്യും എന്ന് വേണം നാം മനസ്സിലാക്കിയെടുക്കാൻ.